ഹായ്, വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. ഇന്നിപ്പോൾ ഇങ്ങനെ സദ്യ കൊണ്ടായിരിക്കുന്ന പോലെ നിലത്തിരുന്നിട്ടൊക്കെയാണ് ഇന്ന് വീഡിയോ ചെയ്യണത്. അതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നൊരു സാധനമുണ്ട്, ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഒരു നിധി കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ട്. ആ നിധിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിക്കാൻ പോവാണ്. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഞാൻ ആക്ച്വലി എൻ്റെ ജ്വല്ലറി കളക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സാധനം അത് കളയുന്ന സ്വഭാവമില്ല. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനെ കളയാൻ. പിന്നെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. എൻ്റെ കസിൻസിനൊക്കെ കോമഡി എന്താ വെച്ചാൽ എൻ്റെ കസിൻസൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും, ഗാത്തൂസേ എന്ന് പറഞ്ഞിട്ട്. എന്നെ ഗാത്തു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ഗാത്തൂസേ. അപ്പം ഞാൻ ചോദിക്കും, എന്താ വേണ്ടത്, കിഡ്നിയാണോ ലിവറാണോ എന്ന് ചോദിക്കും. കാരണം ആ വിളി വരുമ്പോഴേ അറിയാം ഒന്നെങ്കിൽ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എന്തെങ്കിലും, കോളേജ് ഫങ്ഷൻ, സ്കൂൾ ഫങ്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വെഡ്ഡിങ്, എന്തുണ്ടെങ്കിലും ഇതാണ് അവരുടെ ജ്വല്ലറി സ്റ്റോറ്. എൻ്റെ വാർഡ്രോബാണ് അവരുടെ വാർഡ്രോബ്. മിക്കവാറും അങ്ങനെയാണ്. അപ്പം ഞാനപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഈ കുറച്ച് നാൾ മുമ്പാണ്, നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലല്ലോ, കുറച്ച് നാൾ മുമ്പ് എൻ്റെ കയ്യിൽ ആക്ച്വലി പറഞ്ഞാൽ കോളേജ് മുതലുള്ള ഓർണമെൻറ്റ്സ്, കമ്മൽ, എനിക്ക് കുറേ കമ്മൽ കളക്ഷൻ ഉണ്ടായിരുന്നു. വളകൾ, കോവിഡ് സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാനൊരു ക്ലീനിങ് നടത്തി. നമ്മൾ യൂസ് ചെയ്യാത്തതും ഈ കളറ് പോയതും പഴയതുമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടില്ല. അത് താഴത്തെ റൂമിലെ ഒരു ലോഫ്റ്റിൽ വെച്ചിട്ടുണ്ട്, ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്താൽ ഇന്ന് എപ്പിസോഡ് തീരൂല. അപ്പോൾ അതൊന്നുമല്ല, ഇതിപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എനിക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യമൊക്കെ ഞാൻ എല്ലാം ഇങ്ങനെ കോട്ടണിലൊക്കെ പൊതിഞ്ഞ് ബബിൾ റാപ്പൊക്കെ ചെയ്തൊക്കെ വെക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മടിയായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ബോക്സിലാണ് വെക്കുക. ഒന്നും ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഇടാറില്ല. ഇങ്ങനത്തെ കുറേ ഈ ടെമ്പിൾ കളക്ഷൻ പോലത്തെ കുറച്ച് ജ്വല്ലറി ഉണ്ട് എനിക്ക്. ഇതൊക്കെ ഇതുപോലെ ഓരോ ഓൺലൈൻ സ്റ്റോറുകളുണ്ടല്ലോ, ഇപ്പോൾ ആഭരണശാല എന്നൊക്കെ പറയുന്ന ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നതാണ്. ഇതെൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ അന്ന് കുറേ ആളുകൾ എൻ്റെ ഓർണമെൻറ്റ്സും സാരിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വരുന്നതാണിത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് മാലകളിൽ ഒന്നാണ് ഇതും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഈ ട്രഡീഷണൽ കളക്ഷൻസ് കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ. ഇതിട്ടിട്ടൊരു ഫോട്ടോ സൂര്യ ടി വിയിൽ ലാഫിംഗ് വില്ല ചെയ്യുന്ന സമയത്ത് എന്തോ വാങ്ങിച്ചതോ കിട്ടിയതോ എന്തോ ആണ്. ഇതിട്ടിട്ടൊരു ട്രഡീഷണൽ ഒരു സ്റ്റൈലൊരു ഫോട്ടോ. എനിക്ക് കുറേ നാൾ എൻ്റെ DP ഒക്കെ അതായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 10-15 വർഷം പഴക്കമുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പല കളറുണ്ട്. എനിക്ക് ഈ ടെമ്പിൾ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ചെയ്ത പ്രോഗ്രാമില്ലേ എൻ്റെ അമ്മ സൂപ്പർ, അതിന് കൊണ്ടുവന്ന ഓർണമെൻറ്റ്സിൽ നിന്ന് ഞാൻ വാങ്ങിച്ച 1-2 ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടമായിട്ട് വാങ്ങിയ ഒരു മോതിരമാണിത്. ഇതിൽ ദേവിയാണ്, ലക്ഷ്മിയാണ്. നല്ലതല്ലേ? നമ്മുടെ ലെഹങ്കയൊക്കെ ഇടുമ്പം യൂസ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ് കേട്ടോ. ഇതെനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇനി ഇതൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. ഇനി ഞാൻ വാങ്ങിച്ചിട്ട് ഇന്നേ വരെ ഇടാത്ത സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മാല ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെനിക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഇതുവരെ അതിനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇതാണ് സാധനം. അതേപോലെ ഇവിടെ എൻ്റെ സിസ്റ്ററിലുണ്ടല്ലോ അഞ്ജു പ്രദീപും ആൻഡമാനിലായിരുന്നു. അപ്പം അവിടെ നിന്ന് കുറേ ഈ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് സ്ഥിരം കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഒന്നാണ് ഈ മാല. ഇത് ആക്ച്വലി സ്റ്റോണാണ് കണ്ടോ, ഈ മാർബിൾ പോലത്തെ ഒക്കെ ഒരു സ്റ്റോണാണ് ഇത്. പക്ഷെ ഞാൻ ഇന്നേ വരെ എവിടെയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ഈ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചൊരു സാധനമാണ് ഈ ഒരു നെക്ക് പീസ്. ഇത് ആക്ച്വലി നാച്ചുറൽ സെമി പ്രഷ്യസ് സ്റ്റോണാണ്.
ഇത്ര ഹെവി ആയതുകൊണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഇടയ്ക്ക് ഒരു ഇവൻറ്റിന് ഞാനൊരു സാരി കൊടുത്തപ്പോഴാണ് ഇത്. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഇത് ഉപയോഗിച്ചത്. ആ വന്നല്ലോ വനമാല. എവിടെയായിരുന്നു? കുളിയൊക്കെ കഴിഞ്ഞോ? എന്താ പറഞ്ഞത് ചേച്ചി? എന്താ പറഞ്ഞ കേട്ടില്ല. അല്ല ഇനി അമ്മയ്ക്ക് ഇതൊക്കെ ചിലപ്പോ ഞാനിതൊക്കെ ഉപയോഗിച്ചോ. ഇപ്പൊ ഉപയോഗിക്കാറേ ഇല്ല കേട്ടാ. ഇപ്പൊ ഉപയോഗിക്കാറേ ഇല്ല കല്ലു. ഇതിൽ മിക്കതും നമ്മൾ ഉപയോഗിക്കുക. എൻ്റെ അച്ഛന് എപ്പോഴും കല്ലുവിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ്റെ സാധിക്കാതെ പോയൊരു ആഗ്രഹമായിരുന്നു കല്ലുവിനെയും കൊണ്ട് കന്യാകുമാരി പോവാന്നുള്ളത്. എൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോയത് കന്യാകുമാരിക്കായിരുന്നു. അതിനെ പറ്റി ഞാൻ എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, അച്ചപ്പൻ കഥകളിൽ. അതൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കല്ലുവിനോട് അച്ഛൻ എപ്പോഴും പറയുന്നു, കുഞ്ഞിനെയും കൊണ്ടുപോകാം കേട്ടോ, കുഞ്ഞിനെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട്. ഈവൻ അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പും അച്ഛൻ അവസാനം പറഞ്ഞ കാര്യങ്ങളിലൊന്നായിരുന്നു, ഈ കുഞ്ഞിനെ കൊണ്ടൊന്ന് കന്യാകുമാരി പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ, എന്തായാലും അടുത്ത ഈ വെക്കേഷന് പോകണം, ഓണം വെക്കേഷന് പോകണം എന്നുള്ളത്. അച്ഛൻ സാധിച്ചില്ല ആ ഒരു ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം ഇത്തവണ എൻ്റെ അമ്മ സാധിച്ചു കൊടുത്തു. അമ്മയും അമ്മയുടെ 2 സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ഈ വെക്കേഷന് 2-3 ദിവസം കന്യാകുമാരി പോയിട്ട് വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പം കല്ലും അമ്മയൊക്കെ കൂടെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന മാലകളാണിത് കേട്ടോ. കന്യാകുമാരിയിലെ ഓർണമെന്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല ഭയങ്കര റീസണബിൾ റേറ്റ്. 50 രൂപ 100 രൂപയൊക്കെ ഉള്ളൂ ഈ മാലയ്ക്കൊക്കെ. നോക്കൂ, ശരിക്കും നമ്മുടെ ഈ സെമി പ്രഷ്യസ് സ്റ്റോൺസ് പോലെ തന്നെ ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് കല്ലുവിനെ ഇടിക്കാം അവസാനം. നല്ല മാച്ച് ടീഷർട്ട്. അതെ, ടീഷർട്ടിന്റെ കൂടെ ഏറ്റവും മാച്ച് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ആയിരിക്കും. നമുക്ക് 2 ജിമിക്കി കമ്മലും കൂടെ ഇട്ടാലോ? ഇട്ടോ. ഈ കമ്മലും കന്യാകുമാരി പ്രോഡക്റ്റ് ആണ്, കന്യാകുമാരിന്ന് കൊണ്ടുവന്നത്. അതുപോലെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള, എനിക്ക് എന്താ പറയാ, വിലമതിക്കാനാവാത്ത ഒരു സാധനമാണ് ഇത്, ഈ മാല. എൻ്റെ ബ്രദർ അച്ചു അവന് കിട്ടിയ പോക്കറ്റ് മണി വെച്ചിട്ട് എനിക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മാക്സിമം 10th അവന് കിട്ടിയ എന്തോ പിശുക്കോ പോക്കറ്റ് മണിയൊക്കെ കൊണ്ട് അവൻ എനിക്ക് വാങ്ങിച്ചിരുന്നത്. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് ഇട്ടു വന്നിട്ട്. അത് ഇന്നിപ്പം എൻ്റെ കളറൊക്കെ പോയി. അന്ന് ശരിക്കും ഗോൾഡ് പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വിലയുള്ളൊരു ജ്വല്ലറി ആണ്. എന്നിട്ട് അവൻ വാങ്ങി തന്നതായത്. ഇതിപ്പം അച്ചു ഓർമ്മയുണ്ടോടാ ഇത്? അങ്ങനെ ചില പ്രൈസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കളക്ഷൻ ആണ് ഇത്. ഇത് ഫുൾ ആൻഡമാൻ കളക്ഷൻ ആണ്. അവിടെ നിന്ന് ഈ ഇതുപോലെ സ്റ്റോൺസ്, ഇതൊക്കെ ഒറിജിനൽ സ്റ്റോൺസ് ആണ്. അത് ഒറിജിനലാണെന്ന് അറിയണമെങ്കിൽ അതിന് നല്ല തണുപ്പുണ്ടാവും. കാറ്റായി, സാൻഡ് സ്റ്റോൺ, അങ്ങനെ ഇതൊക്കെ ഞാൻ പരസ്പരത്തിലൊക്കെ ചില ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട്. നോക്ക്, ബ്ലാക്ക്, ഏത് ഡ്രസ് ഇട്ടാലും. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാ. ഇതൊക്കെ അവിടെ നിന്ന് തന്നെ. അത് 5 വാങ്ങിച്ചോണ്ട് വന്നാ കേട്ടോ മിക്കതും. അവർ ആൻഡമാനിലായിരുന്ന സമയത്ത് ഓരോ തവണ വരുമ്പോൾ, പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാനും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതാ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തൊരെണ്ണാണ്. എല്ലാവരുടെന്നോ വാങ്ങിയതാ. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ബുദ്ധയുടെ ഒരു മാല. ഞാൻ ഞാൻ ഇട്ടേക്കാം. അവാർഡിന് ഞാൻ യൂസ് ചെയ്ത ഒരു സാരി കൊടുത്തിട്ട് അന്ന് ഉപയോഗിച്ച കമ്മലാണിത്. കണ്ടോ? ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് തൃശ്ശൂർ, ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ എനിക്ക് തൃശ്ശൂർ FM ആണ് ഞാൻ ജോയിൻ ചെയ്തത്, ക്ലബ് FM. അന്ന് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇതുപോലെ കമ്മൽ ഭ്രാന്തികളായിരുന്നു. സിംല ചേച്ചി, രശ്മി ചേച്ചി ഒക്കെ. ഞാനാണ് അവിടെ ഏറ്റവും ജൂനിയർ. അപ്പം അവരുടെയൊക്കെ കൂടെ പോയിട്ട് അവിടെ സിറ്റി സെൻറ്ററിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കടയുണ്ട്. അവിടെ ഭയങ്കര റീസണബിൾ റേറ്റിന് ഇങ്ങനെ കമ്മലുകളൊക്കെ ഇങ്ങനെ ജ്വല്ലറി ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. അതിൽ നിന്ന് കമ്മൽ വാങ്ങിയിട്ട് ഈ താമസിക്കുന്ന റൂമിൽ ഇങ്ങനെ ഒരു സാധനം നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ തൂക്കി ഒരു ഷീറ്റ് പോലെ ഇടുമായിരുന്നു. അത് സിംല ചേച്ചിയുടെ നിന്ന് ഞാൻ കണ്ടതാ. ഞാനും എന്നിട്ട് അതുപോലെ തൂക്കി ഇടുമായിരുന്നു. ഇഷ്ടംപോലെ കമ്മലുകൾ ഉണ്ടായിരുന്നു. അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മലായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇതുവരെ അതിന്റെ ഒന്നും കളർ ഫീഡായിട്ടുള്ള ഒരു പ്രോബ്ലവും ഇല്ല ആ കമ്മലിന് ഇപ്പോഴും. ഇത്ര വർഷമായി. നല്ലല്ലേ? പരസ്പരത്തിന്റെ സമയത്ത് എൻ്റെ ആദ്യത്തെ സിസ്റ്ററിലോ, അതായത് ആദ്യത്തെ ചേട്ടന്റെ വൈഫായിട്ട് ആദ്യം അഭിനയിച്ച ഒരു ദിവ്യ ഉണ്ട്. പരസ്പരത്തിന്റെ തുടക്കത്തെ എപ്പിസോഡിൽ ദിവ്യയാണ് വന്നിട്ട് എന്നെ ദീപ്തി എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ. അപ്പം ദിവ്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ദിവ്യയുടെ ലാസ്റ്റ് സ്കെഡ്യൂളിൽ ദിവ്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു കമ്മലാണിത്. ദിവ്യ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടല്ലോ കല്ലൂനെ കാണാൻ. ഇതെൻ്റെ സിൽവർ ജ്വല്ലറി കളക്ഷൻ. സിൽവർ ജ്വല്ലറിയിൽ കുറച്ച് ഇതൊരു ചോക്കറ ഒന്നും ഞാൻ ഇടൂലായിരുന്നു. എൻ്റെ മാക്സിമം വലിപ്പം ഇത്രയൊക്കെ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളതാണ് എൻ്റെ കംഫർട്ടിൽ നിൽക്കുന്നത്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയ ഒരു മാലയാട്ടോ, ഓൺലൈൻ കണ്ടിട്ട് വാങ്ങിയതാ. ഓക്സിഡൈസ്ഡ് എനിക്ക് ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങനെ ഒന്ന് ആണ്. ഇത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളൊരു മാലയാണ്. ഇത് കല്ലൂരിൻ്റെ ഫേവറേറ്റ് മാലയിലൊന്ന്. ബ്ലാക്ക് പട്ടോട ഇടുമ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് മാല ഇത്. പിന്നെ കുറേ കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ജിമുക്കയുടെ കുറേ ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കൂ, ഗായത്രി മന്ത്രല്ലേ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം. ഗായത്രി മന്ത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ടിട്ട് വാങ്ങിച്ചാണ്, പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല. അങ്ങനെ കുറേ തവണ ഉപയോഗിച്ചതും ഇതുവരെ മേടിച്ചിട്ട് പൊട്ടിച്ചു പോലും നോക്കാത്തതുമായിട്ടുള്ള ജ്വല്ലറികൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഇതുപോലെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ജയറാമേട്ടൻ്റെ മോളുടെ വെഡിങ്ങിന് ഇട്ടതാണ് ഈ കമ്മല്. ഞാൻ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ഓവർ സൈസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാതിരുന്നതാ. പക്ഷെ ആ ഫംഗ്ഷൻ ഇട്ട സാരിക്ക് ആപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇട്ടതാ. സോ ഏകദേശം ഇത്രയൊക്കെയാണ്. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. കുറേ വളകളുടെ സെറ്റ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ വളകളുടെ കളക്ഷൻസ് ആണ്, പല ടൈപ്പ്. പിന്നെ കുപ്പിവളയുടെ കളക്ഷൻ വേറെ ഉണ്ട്. കുപ്പിവള കിളിക്കിളിക്കിളിങ്ങല്ലോ. ഇതിൽ മോതിരങ്ങൾ കുറേ ഇങ്ങനെ കുറേ ഈ സെമി പ്രഷ്യസ് സാധനങ്ങളുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഒരു ടീം അയച്ചു തന്നതാ. നന്നായിട്ടില്ലേ ഗൈസ്? എങ്ങനെ ഉണ്ടാവുക? പിന്നെ ഒരു ഫാഷൻ പീസായിട്ട് ജ്വല്ലറി കട വെക്കാം. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്. ഇതെന്താന്നറിയോ, ഇപ്പൊ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒന്നും പറയില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുപ്പിക്കൂല ഞാൻ. അത് അവള് മാക്സിമം മുതലെടുക്കാണല്ലേ സജി. സുമിൻ ചേട്ടാ വീഡിയോ ഓഫ് ചെയ്യണതിന് മുമ്പ് എന്നോട് പറയണേ പുതിയ ചിട്ട ഓടാൻ. നന്നായിട്ടുണ്ടോ? ഇങ്ങനെ തന്നെ നടന്നോ നീ? മറ്റേ രംഗയെ പോലെ ഉണ്ട്, രംഗണ്ണന്റെ ലുക്ക് ഉണ്ട്. എടാ മോനെ. യെസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ അഴിച്ചു വെക്കാം എല്ലാം. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കാനുള്ള ഞാൻ എപ്പോഴും കല്ലൂനോട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇതൊക്കെ ഇത്രയും നാൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കസിൻസ് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ അഞ്ചു എടുത്തുകൊണ്ട് പോകാറുണ്ട്, കല്ല് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് നമ്മളിത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഊരി അവിടെ ഇവിടെ ഇപ്പോൾ കല്ലൂരൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് കാണൂല. അവിടെ എവിടെയും കിടക്കും. എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ സാധനങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്ര നാൾ വേണേലും ഇതിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് ഇരിക്കും. ഇതിൻ്റെ ഒന്നും കളറ് എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നും കളറ് ഫെയ്ഡ് ആയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അതിനകത്തുള്ള സ്റ്റോൺസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അത് ബിക്കോസ് അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കും കല്ലൂനും ഒക്കെ അടുത്ത ജനറേഷനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ അത് എത്ര വിലയുടെ കുറഞ്ഞതോ കൂടുതലോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഡ്രസ്സസ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ജ്വല്ലറി കളക്ഷൻ. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി അടുക്കി ഒതുക്കി ഉപയോഗിച്ചില്ലെങ്കിൽ കൂടെ ഞാൻ വളരെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റി, ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റി. അതൊക്കെ ഊരി വയ്ക്കൂ. സംഭവം ഉണ്ടല്ലേ. സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കോണ്ടന്റുമായിട്ട് കാണാം. മതിയടോ. ബൈ പറ. ബൈ ബൈ. ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.